ലീഗ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചാരണത്തിന് ഇറങ്ങാനെങ്കിൽ സമസ്തയിൽ എന്തെങ്കിലും തീരുമാനമുണ്ടോ? സമസ്തയെ സംബന്ധിച്ചിടത്തോളം സമസ്ത നിലനിർത്തി പോരുന്ന സമസ്ത പൂർവികമായും കൊണ്ട് സ്വീകരിച്ചു പോരുന്ന ഇന്നേ വരെ സ്വീകരിച്ചു പോരുന്ന ഒരു നയമുണ്ട്. ആ നയം എന്ന് പറഞ്ഞാൽ സമസ്ത എന്ന് പറയുന്ന ഈ സംഘടന എന്നുള്ള നിലക്ക് അതിന് ഒരു രാഷ്ട്രീയ പാർട്ടിനോടും പ്രത്യേകമായുള്ള ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കും ഏതെങ്കിലും ഒരു മുന്നണിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ ജയിപ്പിക്കാനോ അല്ലെങ്കിൽ അതിനെ തോൽപ്പിക്കാനോ ഒന്നും ആഹ്വാനം ചെയ്യൽ സമസ്തൻ്റെ പതിവല്ല. അപ്പോൾ സമസ്തയിലുള്ള ആളുകൾ പല രാഷ്ട്രീയ പാർട്ടികളുണ്ടാവും. അവരുടെ ഭൗതികമാവുന്ന കാര്യങ്ങൾക്ക് വേണ്ടി അതുപോലെ തന്നെ അവരെ മതത്തിന് തകരാറ് സംഭവിക്കാത്ത നിലക്കുള്ള രാഷ്ട്രീയ പാർട്ടികളിലൊക്കെ പലരും അംഗങ്ങളായിട്ടുണ്ടാവും. അതിനുവേണ്ടി അവർ പ്രവർത്തിച്ചിട്ടുണ്ടാവാം. അതൊന്നും ആരെങ്കിലും അങ്ങനെ സമസ്തയിൽപ്പെട്ട ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും സമസ്തൻ്റെ നയമല്ല എന്ന്, ഒരിക്കലും സമസ്തൻ്റെ നയമല്ല എന്ന് അത്രേ പറയാനുള്ളൂ അതിനെപ്പറ്റി. നാസിർ ഫൈസി പറഞ്ഞത് നാസിർ ഫൈസിനോട് ചോദിക്കുക, അത് അയാളുടെ വ്യക്തിപരമായ അഭിപ്രായമായിരിക്കാം. വിശ്വാസത്തെ ബാധിക്കാത്ത രീതിയിലുള്ള രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കും. അല്ല, മതവിശ്വാസത്തിനെ എതിർക്കുന്ന രാഷ്ട്രീയ പാർട്ടികളിൽ ഇപ്പോൾ നമുക്ക് നിൽക്കാൻ പറ്റുമോ? മതവിശ്വാസത്തിന് ഇവിടെ സമസ്ത നയം എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഈ ഇന്ത്യ രാജ്യത്തുള്ള മതസൗഹാർദ്ദം ഇവിടെ നിലനിൽക്കണം. ഈ ഇന്ത്യ രാജ്യത്തുള്ളതായ മതസൗഹാർദ്ദം മാത്രമല്ല, മനുഷ്യന്മാർ തമ്മിലുള്ള സൗഹാർദ്ദം ഇവിടെ നിലനിൽക്കണം. ഇന്ത്യ രാജ്യത്തിൻ്റെ പാരമ്പര്യം ഇവിടെ നിലനിർത്തണം. ഈ ജനാധിപത്യം ഇവിടെ നിലനിൽക്കണം. ഇവിടുത്തെ മതന്യൂനപക്ഷങ്ങൾ, മുസ്ലിങ്ങളടക്കമുള്ള മതന്യൂനപക്ഷങ്ങൾ, ആ മതന്യൂനപക്ഷങ്ങൾക്കുള്ള അവകാശങ്ങൾ ഇവിടെ സംരക്ഷിക്കപ്പെടണം. ഇതൊക്കെ ആരാണ് ചെയ്യുന്നത്? അങ്ങനത്തെ എല്ലാ ഏത് പാർട്ടിയിൽ നിന്നവരാണെങ്കിലും അവരിലൊക്കെ പ്രവർത്തിക്കുന്നവർ സമസ്ത കേരള ജമിയത്തുൽ ഉലമയോട് ബന്ധപ്പെട്ടവരിലുണ്ടാവാം. ഈ മതവിശ്വാസം സംരക്ഷിക്കുന്ന പാർട്ടികളുമായി കൂട്ടുകൂടുന്നത് വെറും മതവിശ്വാസം എന്നല്ല പറഞ്ഞത്, മനുഷ്യന് ആവശ്യമാവുന്ന കാര്യങ്ങൾ മതവിശ്വാസിക്ക് മതവിശ്വാസം സംരക്ഷിക്കപ്പെടണം. അതാണ് പറഞ്ഞത്. മുസ്ലിങ്ങളടക്കമുള്ള ന്യൂനപക്ഷങ്ങളില്ലേ, ഇവിടുത്തെ ക്രിസ്ത്യാനികളെ മതവിശ്വാസങ്ങൾ സംരക്ഷിക്കപ്പെടണം, ഇവിടുത്തെ ഹിന്ദുക്കളെ മതവിശ്വാസങ്ങൾ സംരക്ഷിക്കപ്പെടണം. അത് ന്യൂനപക്ഷമാണെങ്കിലും ഭൂരിപക്ഷമാണെങ്കിലും അവരെ മതവിശ്വാസം ഇവിടെ പല മതക്കാരില്ല ഇന്ത്യയിൽ, ഇവരൊക്കെ മതവിശ്വാസങ്ങൾ സംരക്ഷിക്കപ്പെടണം. ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ മതവിശ്വാസത്തെ അനിച്ചുകൊണ്ടോ അതിനെ ധ്വംസിച്ചുകൊണ്ടോ പ്രവർത്തിക്കുന്നതായ രാഷ്ട്രീയ പാർട്ടികളുണ്ടെങ്കിൽ അവരുമായിട്ട് സഹകരിക്കാൻ സമസ്തക്ക് സാധിക്കില്ല. അദ്ദേഹം പറഞ്ഞ കാര്യം തന്നെയാണ്, ലീഗ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചാരണം. അത് അദ്ദേഹത്തിനോട് അദ്ദേഹം പറഞ്ഞത് ഞാൻ കേട്ടിട്ടില്ല. അത് അദ്ദേഹം പറഞ്ഞത് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ഇറങ്ങിയാൽ നടപടി ഉണ്ടാകുമെന്നുകൂടെ. അതൊന്നും ഇപ്പം നമ്മൾ പറയാം, നടപടി ഉണ്ടാവില്ല എന്നുള്ളതൊക്കെ പിന്നെ പറയാം.